ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇത് വെളുപ്പിനെ 5 മണിക്കാണ് ഞാൻ പോകുന്നത്. വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് അപ്പൂപ്പ മരിച്ചിട്ട് 1 വർഷം തികയുന്നതിൻ്റെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് പള്ളിയിൽ. അപ്പോൾ ബാലരാമപുരം വഴി പോയ സമയത്ത് ട്രെയിൻ എത്തുന്ന ഒരു സമയമുണ്ടല്ലോ, അവിടെ ഇച്ചിരി ലേറ്റായിരുന്നു കേട്ടോ. ഒരു 15 മിനിറ്റോളം നമുക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. എന്തായാലും ഒരു 6 മണിയൊക്കെ ആയ സമയത്ത് 6 മണി കഴിഞ്ഞു കേട്ടോ, എത്തിയ വടെ തന്നെ പിന്നെ പള്ളിയിലോട്ട് പോകാനുള്ള തിരക്കൊക്കെ ആയിരുന്നു. രാവിലെ 7:30 മണിക്കാണ് പള്ളിയിൽ ആരാധന. തലേദിവസം വരണമെന്ന് വിചാരിച്ചു, പക്ഷെ അന്ന് പറ്റാത്തത് കൊണ്ട് തന്നെ രാവിലെ വെളുപ്പിനെ പോന്നു. പള്ളിയിൽ ഇടാനുള്ള ഡ്രസ്സാണ് രാവിലെ ഇട്ടിട്ട് വന്നത്. ഇനി ഒന്ന് തലമുടിയൊക്കെ കെട്ടി ഒന്ന് ഇറങ്ങണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെന്ന പാടെ തന്നെ എൽസക്കുട്ടിയെ എടുത്തു വെച്ച് കുറച്ച് നേരം നിന്ന് കേട്ടോ, ചായയൊക്കെ കുടിച്ചു. പിന്നീട് പള്ളിയിലോട്ട് പോയി. ആരാധന പകുതിയായ സമയത്തായിരുന്നു മിക്കുവിനെ എടുക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ മിക്കുവിനെ എടുക്കാനായിട്ട് ചാങ്ങയിലോട്ട് പോയി കേട്ടോ. നല്ല ഉറക്കമായിരുന്നു 3 പേരും. അഞ്ചും മിക്കുവും മിലുവും കൂടെ ഹോളിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഭയങ്കര ചൂടായതുകൊണ്ട് അവർ ഹോളിലാണ് കിടന്നത്. ചെന്ന പാടെ ഞാൻ മിലുവിനെ എടുത്തു കേട്ടോ. അവൾ ഉറക്കം ഉണർന്ന് കളിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. പിന്നെ അഞ്ചു തന്നെ മിക്കുവിനെ പെട്ടെന്ന് തന്നെ ഒന്നും മേലൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ പുതിയത് മാറ്റി കരിയൊക്കെ എഴുതി എൻ്റെ കൂടെ പറഞ്ഞു വിട്ടു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ കൂടെ വണ്ടിയിൽ കയറിയ സമയത്ത് തിരിച്ച് അഞ്ചുവിൻ്റെ അടുത്ത് പോകാനായിട്ട്. കാരണം നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. നമ്മളെ എപ്പോഴും ഫോണിലല്ലേ കാണാറുള്ളൂ, നേരിട്ട് അങ്ങനെ അധികം കാണുന്നില്ലല്ലോ. അപ്പോൾ വരണ്ടാന്ന് വിചാരിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ വണ്ടി എടുത്തപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി. എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വണ്ടിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടൻ തന്നെ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ മിക്കുവിനെ കൊടുത്തു. അപ്പോൾ ചേട്ടനായിരുന്നു പള്ളിയിലോട്ട് കൊണ്ടുപോയത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആരാധന പകുതിയോളായി കേട്ടോ. ആരാധന കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളിനി പള്ളിയിൽ എല്ലാവരെയും അടക്കുന്നൊരു സ്ഥലമുണ്ട്, കല്ലറകളൊക്കെ ഉള്ള സ്ഥലത്ത്, അങ്ങോട്ട് പോയായിരുന്നു കേട്ടോ. ഇന്ന് അപ്പൂപ്പൻ മരിച്ചിട്ട് 1 വർഷം തികയുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ സഭയിലെ എല്ലാ മരിച്ചുപോയ എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള ആരാധന നടത്തുന്ന ദിവസം കൂടെ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോരുത്തരുടെയും വീടുകളിൽ മരിച്ചുപോയവരുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അവരവരെ ബന്ധുക്കളുടെ കല്ലറ എവിടെയാണോ അവിടെയാണ് നിന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അപ്പൂപ്പൻ്റെ കല്ലറ തൊട്ടടുത്ത് എൻ്റെ ഒരു വല്യച്ഛൻ്റെ കല്ലറയുണ്ട്. പിന്നെ ബേബി അമ്മയുടെ കല്ലറ, അച്ഛൻ്റെ അമ്മയുടെ കല്ലറയുണ്ട്. പിന്നെ എൻ്റെ വേറൊരു വല്യച്ഛനാണ്, അതായത് നമ്മുടെ ഷീന ചേച്ചി, അഞ്ജലി, മുത്ത്, ചിപ്പി, നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളവരാണ് എൻ്റെ കൂടെ. അപ്പോൾ അവരുടെ ഒക്കെ ബന്ധുക്കൾ, പിന്നെ എൻ്റെ മിക്കതും നമ്മുടെ പള്ളി വരുന്നില്ല, നമ്മൾ തൊട്ടടുത്ത ബന്ധുക്കളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കല്ലറയിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പിന്നീട് ഇന്ന് നമ്മുടെ വീട്ടുകാരാണ് കേട്ടോ ചായയും കേക്കും ഒക്കെ പള്ളിയിൽ എല്ലാവർക്കുമായിട്ട് കൊടുത്തു. പിന്നെ കുറേ നേരം വരെ പള്ളിയിൽ നിന്ന് എല്ലാവരുമൊക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇതുപോലെ വല്ലപ്പോഴും പോകുന്ന സമയത്ത് പള്ളിയിൽ എല്ലാവരുമൊക്കെ ആയിട്ട് ഇന്ന് സംസാരിച്ചിട്ടായിരിക്കും വീട്ടിലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയ സമയത്ത് എൽസയും മിക്കുമായിട്ട് നിന്ന് കളിക്കുമായിരുന്നു കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മുത്തും ചിപ്പിയൊക്കെ വന്നു. അവരുടെ കൂടെ കുറേ നേരമൊക്കെ അവർ നിന്ന് കളിച്ചു. ഞങ്ങൾ കുറേ നേരം എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നീട് ഫുഡ് കഴിച്ചു കേട്ടോ. രാവിലത്തെ ഫുഡ് കഴിച്ചു. ഇഡലി സാമ്പാറുമായിരുന്നു, അത് കഴിച്ചു. പിന്നെ മിക്കുവിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വെച്ചു പുറത്തോട്ട്. അവൻ വരുന്ന സമയത്തും എൽസ വരുന്ന സമയത്തൊക്കെ ഇതുപോലെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കാറുണ്ട് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ കളിച്ചു. ഉച്ചയായ സമയത്ത് എൻ്റെ ആൻറ്റിയുടെ മകൾ പ്രസവിച്ച് കിടക്കുകയാണ് കേട്ടോ, ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ കുഞ്ഞിനെയാണ് ഞാൻ പള്ളിയിൽ ചായ കുടിക്കുന്ന ഒരു സമയത്ത് കാണിച്ചത്. അവളുടെ മൂത്ത മകളാണ്, രണ്ടാമത്തെ ഒരു മകനാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. നൂലുകെട്ട് ചടങ്ങൊന്നും അവർ വലുതായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല, അവർ വീട്ടുകാർ മാത്രമായിട്ട് നടത്തി. എന്നാലും അങ്ങനെയല്ലല്ലോ, അവൻ്റെ ആൻറ്റി എന്ന നിലയ്ക്ക് എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഡ്രസ്സും എടുത്തു കൊടുത്തു. പിന്നെ മോൾക്ക് കഴിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്ന് തന്നെ എടുത്തു, അവർക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാറായ സമയത്താണ് അഞ്ച് വീഡിയോ കോളിൽ വിളിച്ചു. അപ്പോൾ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പിന്നീട് അവൾ തന്നെ വീഡിയോ എടുത്ത് അയച്ചു തന്നു കേട്ടോ. മിലു കമരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ആൾ. ഞാൻ ഇത്തിരി സ്പീഡിന് ഇട്ടതാണ് കേട്ടോ. ഇങ്ങനെ ഇത്രയും സ്പീഡൊന്നും അല്ല, അവൾ വളരെ പതുക്കെയാണ് കമരാൻ ശ്രമിച്ചത്. ഞാൻ ഈ വീഡിയോ ഒന്ന് സ്പീഡിന് ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മിക്കുവിന് ഫുഡ് കൊടുക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനാണ് കൊടുത്തത് കേട്ടോ. അവൻ ചോറ് കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ ഒരു മുട്ട എടുത്തിട്ട് മുട്ട പൊരിച്ചു അവന് കൊടുത്തു. അതും വെള്ളമൊക്കെ ആയിട്ട് അവൻ കുടിച്ചു കേട്ടോ.
പിന്നീട് ഇതാ എബിയെ കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ അടുത്ത് പോകാനായിട്ടൊരു കരച്ചിലുണ്ടായിരുന്നു. അപ്പോൾ മിക്കു വിളിച്ച് കാണിക്കുന്നത് എബിയും മിക്കു ഉള്ളൊരു ഫോട്ടോ ഞാൻ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മിക്കുവിൻ്റെ ബർത്ത്ഡേ സമയത്ത്. ആ ഫോട്ടോയാണ് കാണിക്കുന്നത്. ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചിട്ട്. എബിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീഡിയോ കോൾ വിളിക്കുന്ന സമയത്ത് മിക്കുവിൻ്റെ കയ്യിൽ എന്തിരുന്നാലും ഉടൻ ചേട്ടാന്ന് വിളിച്ചിട്ട് ഇവനെ കാണിച്ചു കൊടുക്കും. ഇവൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീട്ടി നീട്ടി കൊടുക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ഇച്ചിരി അധികം ഫുഡ് കഴിക്കാറുണ്ട്. അത് എല്ലാവരും അങ്ങനെയാണല്ലോ. സ്വന്തം വീട്ടിലോട്ട് വരുന്ന സമയത്ത് അമ്മമാർ വയ്ക്കുന്ന ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവർക്കും. അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും അങ്ങനെ കഴിച്ചു. പിന്നീട് അമ്മ മിക്കുവിന് തന്നെ ഫുഡൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. അവനും കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വരാനായിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. എബി പിന്നീട് എൽസയെ വണ്ടിയിലിരുത്തി കളിപ്പിച്ചുകൊണ്ട് നിന്നു. അമ്മ മിക്കുവിന് വേറെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അങ്ങനെയൊക്കെ നിന്നു. പിന്നെ ഞാനും ഇറങ്ങുന്ന തിരക്കിൽ വീട്ടിലോട്ട് വരാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ഇറങ്ങി കേട്ടോ ഇന്ന് വീട്ടിൽ നിന്ന്. കാരണം ഇന്ന് അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴി തന്നെ മിക്കുവിനെ ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടാക്കി. ഞങ്ങൾ തന്നെയാണ് കേട്ടോ അവനെ കൊണ്ടാക്കിയത്. പിന്നെ അവിടെ കുറേ നേരം വരെ അവിടെ കളിച്ചൊക്കെ ഇരുന്നു. മിലുവിൻ്റെ കൂടെ കുറേ നേരം വരെയൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്തായാലും വീടെത്തിയ സമയത്ത് 7:30 മണിയോളം ആയി കേട്ടോ. 7 മണി കഴിഞ്ഞു. 7 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയത്. പിന്നെ നേരത്തിന് ഞാൻ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.